ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷ 7. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഖത്തറിൽ നമ്മൾക്ക് സ്പോൺസർഷിപ്പ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറാൻ വേണ്ട പ്രൊസീജിയർ വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് ഇപ്പോൾ ചെയ്യാൻ കഴിയും. 4 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾക്ക് ഇപ്പോഴുള്ള കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇതിന് NOC ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന കോംപ്ലിക്കേഷനൊന്നും ഇല്ല. നമ്മൾ നാട്ടിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി തിരിച്ചു വരണം എന്നുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 4 സ്റ്റെപ്പ് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറണ്ട് എംപ്ലോയർക്ക് നമ്മൾ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കറണ്ട് എംപ്ലോയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി. അപ്പോൾ നമുക്ക് ജോലി മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് നോട്ടീസ് പീരീഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവരെ നമ്മൾ നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നോട്ടീസ് പീരീഡ്? അതായത് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ജോലി മാറണം എന്നാണോ നമ്മൾ ഇൻഫോം ചെയ്യുന്നത്, ആ ഡേ മുതൽ നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അതുവരെയുള്ള പീരീഡിനാണ് നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ 2 വർഷമോ അതിൽ കുറവോ ആണ് വർക്ക് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നോട്ടീസ് പീരീഡ് 1 മാസമായിരിക്കും. അതായത് നമ്മൾക്ക് 1 മാസം മുമ്പ് നമ്മൾ ആ കമ്പനിയെ ഇൻഫോം ചെയ്യണം, എനിക്ക് വേറൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ജോലി മാറണം, എനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് 1 മാസം മുമ്പ് നമ്മൾ ആ കമ്പനീനെ ഇൻഫോം ചെയ്തിരിക്കണം. ഇനി അതല്ല, 2 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 months ആണ് നോട്ടീസ് പീരീഡ്. അതായത് 2 മാസം മുമ്പ് നമ്മൾ ആ കമ്പനീനെ ഇൻഫോം ചെയ്തിരിക്കണം, എനിക്ക് വേറൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്, എനിക്ക് മാറണമെന്നുള്ളത് 2 മാസം മുമ്പ് നമ്മൾ ആ കമ്പനീനെ ഇൻഫോം ചെയ്തിരിക്കണം. ഇനി വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ട്, നമ്മളിനി പ്രൊബേഷൻ പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി മാറാൻ കഴിയുമെന്നുള്ളതാണ്. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥിരപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾക്ക് നല്ലൊരു ഓഫർ ലഭിക്കുന്നത്, ജോലി മാറേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി മാറാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ഡൗട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ജോലി മാറാനായിട്ട് കഴിയും. അതിലും നമ്മൾക്ക് 1 month നോട്ടീസ് പീരീഡ് നമ്മളെ കറണ്ട് എംപ്ലോയർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമ്മൾക്കിപ്പോൾ എയർ ടിക്കറ്റും അതുപോലെ തന്നെ വിസ ചെലവുകളെല്ലാം വഹിച്ചിട്ടുള്ളത് നമ്മുടെ എംപ്ലോയറാണ്. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയർക്ക് ഒരു നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ തുക നമ്മുടെ പുതിയ സ്പോൺസറോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ എംപ്ലോയറോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ എമൗണ്ട് നമ്മുടെ ബേസിക് സാലറിയുടെ 2 മാസത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളതും ഈ റൂളിലുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത് സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഫോം ഫിൽ ചെയ്ത് 2 ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായി നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള എംപ്ലോയറുമായിട്ടുള്ള വർക്ക് കോൺട്രാക്റ്റ്, നമ്മുടെ ജോബ് കോൺട്രാക്റ്റാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഈ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് എംപ്ലോയറുടെ കമ്പ്യൂട്ടർ കാർഡും ഇതിൻ്റെ കൂടെ സ്കാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് നമ്മുടെ പുതിയ എംപ്ലോയറിൽ നിന്ന് ലഭിച്ച ഓഫർ ലെറ്ററാണ്. ഇത് അറബിക്കിലായിരിക്കണം, അറബിക് ലാംഗ്വേജിലായിരിക്കണം ഈ ഓഫർ ലെറ്റർ. ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾക്ക് നമ്മുടെ ഫോമോട് കൂടി, അതായത് നമ്മുടെ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ട ഫോമോട് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഇത് അറബിക്കിലാണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്നെല്ലാം ഇത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. ഫില്ല് ചെയ്ത് നമ്മൾക്കിത് സ്കാൻ ചെയ്ത് നമ്മൾക്ക് എല്ലാ അറ്റാച്ച്മെൻറ്റോടും കൂടി ഇത് സബ്മിറ്റ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് 3. നമ്മളിത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ എംപ്ലോയർക്കും അതുപോലെ തന്നെ നമ്മൾക്കും ഒരു SMS നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള SMS നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നമ്മുടെ പുതിയ സ്പോൺസർ നമ്മുടെ പുതിയ കോൺട്രാക്റ്റ് ഇതുപോലെ തന്നെ ആ വെബ്സൈറ്റിൽ കയറി പുതിയ കോൺട്രാക്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്ത് 2 പേരും, അതായത് പുതിയ എംപ്ലോയറും അതുപോലെ തന്നെ നിങ്ങളും സൈൻ ചെയ്ത് ഈ ഡോക്യുമെൻ്റ് തിരിച്ച് നമ്മുടെ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഈ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ സാലറി അതുപോലെ തന്നെ കോൺട്രാക്ട് പീരീഡ്
തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളിത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക. ഈ സൈൻ ചെയ്ത ഡോക്യുമെൻ്റ് നമ്മുടെ പുതിയ എംപ്ലോയർ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഒരു 60 റിയാൽ ഫീസ് അടയ്ക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ നമ്മുടെ പുതിയ എംപ്ലോയർക്ക് മെട്രാഷ് ത്രൂ നമ്മുടെ QIDക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്പോൺസർഷിപ്പ് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഡൗട്ട്സും കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോട്ടീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതായത് നമ്മൾ കറണ്ട് സ്പോൺസർക്ക് നമ്മൾ നോട്ടീസ് പീരീഡ് കൊടുത്തു, ആ നോട്ടീസ് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല, അതിനു മുമ്പ് നമ്മൾ ജോലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 മന്താണ് നോട്ടീസ് പീരീഡ്, നിങ്ങൾക്കതിൽ ഹാഫേ വർക്ക് ചെയ്യാൻ, അതായത് ഹാഫ് മന്തേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹാഫ് മന്ത് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർക്ക് ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മുടെ ബേസിക് സാലറി അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ ബേസിക് സാലറി ഒരു 1500 ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാഫ് മന്ത് അവിടെ വർക്ക് ചെയ്തു, ഹാഫ് മന്ത് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 750 റിയാൽ സ്പോൺസർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നീട് വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ട്, നമ്മൾ സ്പോൺസർക്ക് ഈ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫീസും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടില്ല. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ട്, നിങ്ങളുടെ കോൺട്രാക്റ്റിൽ നോൺ കോമ്പറ്റീവ് ക്ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ജോലി മാറാനായിട്ട് സാധിക്കും. എന്താണ് ഈ നോൺ കോമ്പറ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു കമ്പനിയുടെ കീ പൊസിഷനിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ സീക്രട്ട് എല്ലാം അറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്പോൺസർക്ക് നോൺ കോമ്പറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കമ്പനി ചെയ്യുന്ന അതേ ബിസിനസ് ചെയ്യുന്ന കോമ്പറ്റീവ് ആയിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾക്ക് 1 ഇയർ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട്, നമ്മൾക്ക് എൻഡ് ഓഫ് സർവീസ് ലഭിക്കുമോ? അതായത് നിങ്ങൾ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഓഫ് സർവീസ് ലഭിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻഡ് ഓഫ് സർവീസ് ലഭിക്കും. പിന്നീട് വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ട്, ഇപ്പോഴുള്ള സ്പോൺസർ നിങ്ങൾക്ക് സാലറി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ടതായിട്ടില്ല. കൂടാതെ നിങ്ങൾക്ക് ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഡ്യൂ ആയിട്ടുള്ള എല്ലാ സാലറിയും ആ സ്പോൺസർ തരാൻ ബാധ്യസ്ഥരാണ്. കൂടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി എല്ലാവർക്കും നോർമലായിട്ടുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വന്ന് നമ്മൾക്ക് പുതിയ കമ്പനിയിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ളത്. ഇതിലുള്ളൊരു കോംപ്ലിക്കേഷൻ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ ഇൻഫോം ചെയ്യാതെയാണ് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്, എന്നിട്ട് നിങ്ങൾ വേറെ കമ്പനിയിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 ഇയർ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് പ്രോപ്പറായി നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് വേണം നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ പോവാനായിട്ട്. നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് എംപ്ലോയർക്ക് നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാം. മാക്സിമം 2 മന്ത്സ് നോട്ടീസേ അവർക്ക് ആവശ്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു നോട്ടീസ് പീരീഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് അതിന് മുമ്പ് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യാത്ത ആ ഡേയ്സിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് സ്പോൺസർക്ക് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 2 വർഷമോ അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ 1 മന്ത് നോട്ടീസ് കൊടുത്തിരിക്കണം. ഇനി അതല്ല 2 ഇയറിന് മേലെയായി നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മന്ത്സ് നോട്ടീസ് പീരീഡ് കൊടുത്തിരിക്കണം. ഈ നോട്ടീസ് പീരീഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോൺസർക്ക് ആ വർക്ക് ചെയ്യാത്ത ഡേയ്സിന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം. ഇത് സ്പോൺസറുമായിട്ട് എഗ്രി ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.